പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ അങ്ങയുടെ പാദപീഠത്തേക്ക് കടന്നു വരുന്നു. അപ്പാ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഡാഡി, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ ഡേ. ഡാഡി, ഓ റി ബന ബര ഷിക ബബ റി ഖല ബര ലബ ഓ റി ഖ ബബ. വി പ്രൈസ് യു, വി താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, വി ഗ്ലോറിഫൈ ഡാഡി. ഹല്ലേലൂയ, യുവേഴ്സ് ഇസ് ദ ഗ്ലോറി ഡാഡി. യഹോവ റാഫ, യഹോവ നിസി. ഹല്ലേലൂയ, വി പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ആഥറബ ഷിക. We give thanks to our Lord Daddy. We give praise to our Lord Daddy. Oh, we praise you, Papa. Hallelujah. Your joy is our strength, Lord. Hallelujah. There is no one else like you, Lord. Hallelujah. We praise you. We praise your name, Jesus. Hallelujah. Hallelujah. Jehovah Jireh, Jehovah Nissi, Jehovah Rapha, Hutala Bashika Mama Niti Korasika Baba. Oh, Papa, you shed your blood for us. You are the only reason we are here, Daddy. Oh, Tala Bashika Baba. കർത്താവെ, ഇന്ന് രാത്രിയടിക്ക് കൂടി വരുവാൻ സ്വർഗമേ അങ്ങ് സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ കൃപകളെ ഓർത്ത് എൻ്റെ അപ്പ നദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. അപ്പ ഹല്ലേലൂയ. We love you, Jesus. We love you, Jesus. Hallelujah. Oh, you are our healer. Hallelujah. You are our comforter, Daddy. You are our strength, Papa. You are fortress, you are delivery, you are all. You are our shield, you are our salvation, you are our strong tower, you are our support. You are our righteousness, Papa. We praise you. Thank you, Jesus. You are our healer, Daddy. You are our savior, Daddy. You are our life. You are our protector. Oh, Ribara Shika Mama Niti Riti Geleke Shika Baba. You are our redeemer. You are eternal life. You are our refuge. You are our stronghold. You are our bright. You are our helper. You are our fountain, Daddy. Kudala Shika Mama Ritiko Rasika Baba Ritike. Tararabeshe ko Rasika Baba Riti Riti ko Laka Rasika Baba. അപ്പച്ചാ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സ്വർഗീയ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കർത്താവേ. തിരക്താ ഞങ്ങളെ കഴുകണമേ. കുടാറകെ ദിഗാശ്യാന്തരാറബേ വ്രീകാലബാര ദിഗലെ മനകാരകതേ. പരിശുദ്ധാത്മാവേ, യു ടേക്ക് കൺട്രോൾ ഓവർ ദിസ് മീറ്റിംഗ്. ഹല്ലേലൂയ. ഓ റിതി ബിരേസി കാറബ. ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യുന്ന ദാസരെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ റീബാരാബ ഷകലബ. ഓ കർത്താവ്, ആഴത്തിലുള്ള വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തരുമാറാകണം കർത്താവേ. ഓ റീമാനബ ശന്തരടമ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളിൽ 100 പേര് ഫലം കൊയ്യണമേ കർത്താവേ. ഓ ഠാ 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 ഡീകോ ലോകോ ഷിക മമ. ഓ റീക ബബ റിതികെ റസിയ. താങ്ക് യു ജീസസ് ഫോർ യുവർ പ്രസൻസ് ഹിയർ, ഡാഡി. ആ ഠാ ല ര ല ഷിക ബബ. കർത്താവേ, ഞങ്ങളുടെ ഡിവൈസസിനെ യേശു ക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാ ഠാ ല ര ല ബ. കർത്താവെ, ദൈവത്തിൻ്റെ സ്വർഗീയ കരം എല്ലാവരെയും ഇന്ന് രാത്രി തുടരണമേ കർത്താവെ. ഓ രാമരാസ്യ രോഗികൾ കർത്താവെ കടന്നു വരുവാണെങ്കിൽ അപ്പൻ്റെ സ്വർഗീയ കരം തൊട്ടവരെ ആലയിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, അങ്ങയുടെ മക്കൾ ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ കർത്താവെ നീറിയ വിഷയങ്ങളുടെ നടുവിൽ അപ്പൻ്റെ പാത്തി ഇരിക്കുമ്പോൾ അപ്പാ ആഠാലരബി കറസിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ സ്വർഗമേ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ. ഓ റീബറ, ഇന്ന് രാത്രി കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയനെ കുഞ്ഞിനെ യേശു രക്തം മറയ്ക്കുന്നു. എല്ലാ കുടുംബങ്ങളെ യേശു ക്രിസ്തു രക്തം മറയ്ക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ ജോലികളെ ഒക്കെ കർത്താവ് ദിവസങ്ങളിൽ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ കരുതലിനായി, അങ്ങയുടെ കാവലിനായി എല്ലാത്തിനും എൻ്റെ അപ്പച്ചനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഓ ഠീക്കേലേക്ക് മേനേക്ക് ഷിക ബാബ തലറബി കറബി കുറസിക ബാബ റിതിക്കെ. കർത്താവെ, ഹാളിലെ കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടിവരുത്തുമാറാകട്ടെ കർത്താവെ. നെറ്റ് ഇഷ്യൂ, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഒന്നും വരാതെ പരിശുദ്ധാത്മാവെ ഈ മീറ്റിംഗ് കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു വലിയ മീറ്റിംഗ് ആക്കി സ്വർഗത്തിലെ കർത്താവ് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. അപ്പൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി മീറ്റിങ്ങിൽ കർത്താവ് ഉണ്ടാകുന്നതിനായി അപ്പച്ചനെ നദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു അപ്പ. ഓ റീഖാബാര ദാസൻ്റെ
കുടുംബത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ദാസനെ കുടുംബത്തെ തിരക്താ മറയ്ക്കുന്ന കർത്താവേ, പങ്ങളുടെ ദാസന്റെ ശുശ്രൂഷകളെല്ലാം പപ്പ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും വചനധ്യാനവും എല്ലാം പപ്പ വലിയ ദൈവപ്രവൃത്തിയായി തീരണമേ. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടണമേ. സ്വർഗം എന്ന രാത്രി ഇവിടെ ഇറങ്ങി വരണമേ കർത്താവേ. Let the angels hallelujah do the ministry inside this meeting. എല്ലാ കുടുംബങ്ങളെ കർത്താവേ ദൂതന്മാരുടെ കാവൽ ഞങ്ങൾ ചോദിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പപ്പ. ഈ നിമിഷം വരെ കർത്താവ് നന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്പെഷ്യൽ ബ്രേക്ക് ത്രൂസ് കർത്താവ് തുറന്ന വാതിലുകൾക്കായി സ്തോത്രം. കർത്താവ് ചെയ്ത ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സിനായി സ്തോത്രം. സ്പിരിച്വൽ ബ്ലെസ്സിങ്സിനായി സ്തോത്രം. കർത്താവ് തന്ന എല്ലാ വെളിപ്പാടുകൾക്ക് ദർശനങ്ങൾക്കായി സ്തോത്രം. എല്ലാറ്റിനും പപ്പയെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനയപ്പച്ച കിട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഇന്ന് കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ കൂടി ആയിരിക്കുക. ഹല്ലേലൂയ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എങ്ങും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, പതിനായിരങ്ങളടി ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, പതിനായിരങ്ങളിലതി ശ്രേഷ്ഠവൻ. നല്ലിടയനായ യേശുദേവൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുദേവൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും. കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുവൻ. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും. കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാൻ എന്നും സ്തുതിക്കും, ഞാൻ എന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാൻ എന്നും സ്തുതിക്കും,
the name above all names. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ആശ്രയിപ്പാൻ കഴിയുന്ന ഏക നാമം യേശു കർത്താവിൻ്റെ നാമമാണ്. എത്ര ആനന്ദമാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിലൂടെ കർത്താവ് തന്നിരിക്കുന്ന കുറിവാക്യവും അതാണ്, സന്തോഷം, ആനന്ദം. ഹല്ലേലൂയ. ഈ വാക്കുകളാണ് കുദാനഗതികസ്യ. പാപിയായിരുന്ന നമ്മളെ രക്ഷിപ്പാനായി കർത്താവ് കാൽവരി ക്രൂശിൽ കയറി ഹല്ലേലൂയ തൻ്റെ ജീവൻ അർപ്പിച്ചു. ആ യേശു കർത്താവ് മാത്രമാണ് നല്ലവൻ. ആ യേശു കർത്താവ് മാത്രമാണ് വല്ലഭൻ. ഹല്ലേലൂയ. നല്ലിടയനായ യേശു കർത്താവ് നമ്മളെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. നാം അവൻ്റെ ആടുകളത്രേ. നമ്മുടെ നല്ല ഇടയൻ എന്ന് പറയുവാൻ ഗുഡ് ഷെപ്പേർഡ്. ആ നല്ലിടയൻ യേശു കർത്താവ് മാത്രമാണ്. അവൻ നമ്മളെ ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ നമ്മളെ ഹല്ലേലൂയ നമ്മൾ പോകുന്ന പാതയിൽ എന്തെങ്കിലും കുരുക്കുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ച് ദുർഘട പാതകൾ നിരപ്പാക്കി നമ്മളെ നടത്തുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കിയത്, സ്വർഗ രാജ്യത്തിലാക്കിയത്, സമാധാനമില്ലാതെ നമ്മൾ അലഞ്ഞു നടന്നപ്പോൾ നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത് യേശു കർത്താവ് അത്രേ. ഹല്ലേലൂയ. നമ്മുടെ ഭുജബലത്താൽ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വേഗം നമുക്കൊരു വചനം ധ്യാനിച്ച് നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ലൈനിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന് കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ വായിക്കുന്ന വചനം, ഇന്നത്തെ ദൂത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണം. ഭയങ്കര പ്രോഫറ്റിക്കായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ ദിവസങ്ങളിൽ. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മീറ്റിങ്ങിൻ്റെ പേര് റഹബൂത്ത് എന്നിട്ടിരിക്കുവാണ്. അത് 2 ദിവസം മുന്നേ ഒരു ദേവദാസൻ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രോഫറ്റ് നോട് ദൈവം പറഞ്ഞതാണ് ഈ മീറ്റിങ്ങിൻ്റെ പേര് റഹബോത്ത് എന്നിടണമെന്ന്. അങ്ങനെ ഞാൻ റഹബോത്ത് നമ്മുടെ മീറ്റിങ്ങിനെ ഇട്ടിരിക്കുവാണ്. ദിസ് ഇസ് നോട്ട് എ മിനിസ്ട്രി. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ചർച്ചയൊന്നുമില്ല. ഇത് കർത്താവ് പറഞ്ഞു തുടങ്ങി അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോണ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഓക്കെ, ഇറ്റ്സ് എ സ്മോൾ മിനിസ്ട്രി. പക്ഷേ ഇതിനെ കർത്താവ് വലുതാക്കും. സോ അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം സംസാരിച്ചു. റഹബോത്ത് എന്നുള്ള വേർഡ് കൊടുത്തു. ആ മീറ്റിങ്ങിൻ്റെ പേര് അങ്ങനെ ഇടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ പേര് റഹബോത്ത് ആയിട്ടുണ്ട്. നമുക്ക് വേഗം വചനത്തിലേക്ക് കയറാം. ഇന്നത്തെ കുറിവാക്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 30:13, 1 പത്രോസ് 1:8-9. ഉൽപ്പത്തി പുസ്തകം 30:13 പറയുന്നു, ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞു. അവന് അഷേർ എന്ന് പേരിട്ടു. 1 പത്രോസ് 1:8-9 പറയുന്നു, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ അഷേർ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. അഷേർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബൈബിളിൻ്റെ ആ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോവുക. നമുക്കറിയാം there are 12 ട്രൈബ്സ് ഉണ്ട് അല്ലേ, 12 ഗോത്രങ്ങളുണ്ട്. അതിൽ 8ാമത്തെ ഗോത്രമാണ് അഷേർ ഗോത്രം എന്ന് പറയുന്നത്. അഷേർ 8ാമത്തെ പുത്രനാണ്. ഇനിയിപ്പോൾ അഷേർ ആരാണെന്ന് ചോദിച്ചാൽ അഷേബിൻ്റെ അപ്പൻ്റെ പേര് യാക്കോബും വൈഫിൻ്റെ പേര് അമ്മയുടെ പേര് സിൽഫ എന്നാണ്. ഹല്ലേലൂയ. അപ്പം ഈ ഇസ്രയേൽ എന്ന നേഷൻ ഉണ്ടാകാനായിട്ട് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഗോത്രമാണ് അഷേറിന്. ആക്ച്വലി നമ്മൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 30:13 നമ്മൾ 33:24-25 നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശ കുറേ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. 33:24-25 അഷേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അഷേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കെ അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ. നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ.
സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആണ്. അഷേറിനെ കുറിച്ച് പറയുമ്പോൾ, ആ ഗോത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ 8ാമത്തെ സന്തതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ഈ 2 വചനങ്ങളിലും കിടപ്പുണ്ട്. ഹല്ലേലൂയ. അഷേർ എന്താണ്? പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. നമുക്കറിയാം പഴയ നിയമത്തിൽ ബ്ലെസ്സിങ്സ് ആക്ച്വലി അവരുടെ ഫിസിക്കൽ ഇതിലാണ്, പുത്രസമ്പത്ത് ഭൗതികമായിട്ടുള്ള സമ്പത്തിലാണ് അവരുടെ ബ്ലെസ്സിങ്സ് ഇരിക്കുന്നത്. അഥലബ ശാന്തരടബ, ഈ ബ്ലെസ്സിങ്സ് അഷേർ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മളായപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ നമുക്ക് സകല സ്വർഗത്തിലെ ബ്ലെസ്സിങ്സും നമുക്ക് ലഭിച്ചു. അതിൻ്റെ അടുത്ത വാക്യം വായിച്ച്, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കെ. നമ്മളിരിക്കുന്ന എല്ലാവർക്കും, ഇന്ന് മീറ്റിങ്ങിൽ കയറിയ എല്ലാവർക്കും ഈ ബ്ലെസ്സിങ്സിനെ ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. എന്താണത്? പാദത്തിനെ കാണിക്കുന്നത് ആ എണ്ണ. അത് ആ ഒരു വാക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് യേശു കർത്താവിൻ്റെ കാലിൽ എണ്ണ പൂശിയ ആ മഗ്ദലക്കാരത്തി മറിയയുടെ കാര്യമാണ്. ഹല്ലേലൂയ. അവൾ എന്താണ്? അവളുടെ ജീവിതം മുഴുവനും, ഹല്ലേലൂയ, ജീവകാലത്ത് അവൾ സമ്പാദിച്ചുണ്ടാക്കിയ സകല നന്മയും കൂട്ടിവെച്ച് അവൾ പൂർണ്ണമായി യേശു കർത്താവിൻ്റെ പാദങ്ങളിൽ അത് ഒഴിച്ച് പാദങ്ങളിൽ ആ എണ്ണ പൂശി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. ആക്ച്വലി ഇതൊരു അബൻഡൻസ്, ഒരു പ്രോസ്പെരിറ്റിയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ശിഷ്യന്മാർക്ക് പോലും യേശു കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾക്ക് അത് ദൈവപുത്രനാണ്, അത് വരാൻ പോകുന്ന മശിഹയാണെന്ന് അവൾക്ക് വെളിപ്പെട്ടിട്ടാണ് അവൾ ആ ഒരു ശുശ്രൂഷ അവിടെ ചെയ്തത്. അവളുടെ കൈകളിലുണ്ടായിരുന്ന ആ വിലപ്പെട്ട സ്വച്ഛ ജഡ മാംസ തൈലം ആ യേശു കർത്താവിൻ്റെ പാദത്തിൽ ഒഴിച്ചിട്ട് അവളുടെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുന്നതായി നമുക്ക് കാണാം. അടുത്ത ബ്ലെസ്സിങ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഓടാമ്പൽ, ഈ കാഹളം എപ്പോഴാണ് നമ്മുടെ ബൈബിൾ പഠിച്ചാൽ നമുക്ക് ഊതുന്നത് എപ്പോഴൊക്കെയാണ്? ഹല്ലേലൂയ. എപ്പോഴും ഒന്നീ യുദ്ധത്തിൻ്റെ ആ സമയത്തും പിന്നെ എന്തെങ്കിലും ഒരു പ്രോക്ലമേഷൻ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ കാഹളം ഊതുന്നത്. ഈ കാഹളം, ഹല്ലേലൂയ, നമ്മളെല്ലാം ഈ നമ്മളായിരിക്കുന്ന ദേശത്ത്, നമ്മളായിരിക്കുന്ന കുടുംബത്ത് നമ്മളെല്ലാം ഒരു ട്രംപാണ്, നമ്മളൊരു കാഹളമാണ്. ഹല്ലേലൂയ. എന്തിനെക്കുറിച്ച് പറയാനാണ് ആ കാഹളം ആക്കി നമ്മളെ വെച്ചിരിക്കുന്നത്? സുവിശേഷത്തെക്കുറിച്ച് പറയുവാൻ ഉള്ള കാഹളമാണ്, സുവിശേഷം അറിയിക്കുവാനുള്ള കാഹളമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. അപ്പം അഷേർ എന്താണെന്നുള്ളൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഹല്ലേലൂയ. അപ്പം അഷേർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ. തൻ്റെ ദാസിയായ ശില്പയിലൂടെ മറ്റൊരു മകൻ അനുഗ്രഹത്താൽ ലഭിച്ചതിന് ലയ സന്തോഷത്താൽ മതി പറഞ്ഞു. അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വരുന്ന അഷേർ എന്ന പേര് അവൾ ആ കുഞ്ഞിനെ വിളിച്ചു. ലേയ്ക്ക് ആദ്യത്തെ മകൻ ഉണ്ടായപ്പോൾ അവളുടെ മനസ്സ് നിറയെ എന്താ പറയുക, സ്വന്തം ദുഃഖങ്ങളും സങ്കടങ്ങളുമായിരുന്നു. പക്ഷേ ഈ മകൻ ജനിച്ചപ്പോൾ അവൾ സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് കണക്കിടുവാൻ ഇടയായി. ഹല്ലേലൂയ. റീകാലവസന്തരവേ. നമുക്ക് ആ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, വളരെ നാളുകളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു, അവർക്ക് കുഞ്ഞ് ലഭിച്ചതാണ്. ഹല്ലേലൂയ. അപ്പം അവളുടെ സന്തോഷം, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വന്ന ക്രിസ്തു ഉള്ളിൽ വന്ന ദൈവമക്കളുടെ സന്തോഷം എവിടെയാണ്? ഈ ലോകത്തിലുള്ള ഒരു ബന്ധത്തിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ പ്രശസ്തിയിലോ നമ്മുടെ നേട്ടങ്ങളിലോ നമ്മുടെ എബിലിറ്റിയിലോ നമ്മുടെ കഴിവുകളിലോ അല്ല. ക്രിസ്തുവിലുള്ള സന്തോഷമാണ് നമ്മളെ യഥാർത്ഥ സന്തോഷം. ഹല്ലേലൂയ. അത് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നായിരിക്കും ആ സന്തോഷം നമ്മളിൽ വരുന്നത്. ഹല്ലേലൂയ. റീകാലവസന്തരവേ. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള, ക്രിസ്തുവിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ എന്താണ്, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളം
ക്രിസ്തുവിൻ്റെ സന്തോഷം കൊണ്ട് നിറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങൾ ഇതുവരെ ധ്യാനിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഗലാത്യ ലേഖനം പറയുന്നു, ഫോർ യു ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഗലേഷ്യൻസ് 4:7 പറയുന്നു, യു ആർ നോ ലോങ്ങർ സ്ലേവ്. നിങ്ങൾ ഇനി അടിമകളല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളത്രേ. ഹല്ലേലൂയ. അതിലെ യോഹന്നാൻ സുവിശേഷം 15:11 പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ സന്തോഷവാന്മാരാ. യുവർ ജോയ് മേ ബി കംപ്ലീറ്റ്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നു. മാത്രമല്ല ക്രിസ്തുവിൽ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ, എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ. സങ്കീർത്തനം 118 വായിക്കുമ്പോൾ, ബ്ലെസ്സഡ് ഈസ് ഹി ഹൂ കംസ് ഇൻ ദ നെയിം of the Lord, from the house of the Lord we bless you. Hallelujah. ഓ റീകാലബസ്യ. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്താ പറയുക, നമ്മൾ മരിച്ചവരായിരുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ we are made us alive with Christ. Hallelujah. പിന്നെ എന്തോ, നമ്മളെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ വി ആർ ബീങ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കൂടെ നാം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് നമ്മളല്ല, ക്രിസ്തു അത്രേ നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. Christ lives in us. Hope of the glory is inside us. Hallelujah. റീകാലവസന്തരബേ. ഇപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതമല്ല, ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ എന്താണ്? ഹല്ലേലൂയ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. റീബാറബസ്യ. വി ആർ പ്രഷ്യസ് ഇൻ ഗോഡ്സ് ഐസ്. വി ആർ ഓണേർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ളവരാണ് നമ്മൾ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഐ ആം ദ വൈൻ, യു ആർ ദ ബ്രാഞ്ചസ്. കർത്താവ്. ഹല്ലേലൂയ. ഓ റീകാറബസ്യ. കർത്താവ് മുന്തിരിവള്ളി, നമ്മൾ കൊമ്പുകളുമാണ്. കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ കൂടുതലായി ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. റീകാലബസ്യ. നമ്മളെ റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, വി ആർ ചിൽഡ്രൻ ദാൻ വി ആർ ഹെയർസ് ഓഫ് ഗോഡ് ആൻഡ് കോ ഹെയർസ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ കൂട്ടവകാശികളാണ്. ഹല്ലേലൂയ. ഓ റീകാരബസ്യാന്തരാരബശന്തരബേ ഉടാരഗതികസ്യ. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ ലോകത്തെ നമ്മളുള്ള ചുറ്റുപാടുള്ള നമ്മുടെ സർക്കംസ്റ്റൻസ്, നമ്മുടെ വിഷയങ്ങൾ, നമ്മളെ ഭാരപ്പെടുത്തുന്നതെല്ലാം നീങ്ങി മാറും ദൈവമക്കളെ. ഉടാരഗതികസ്യ. നമ്മൾ എത്രയും നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് നമ്മൾ ധ്യാനിക്കുന്തോറും ക്രിസ്തുവിലുള്ള സന്തോഷം നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഓ രീതിബിക്ക്. യെശയ്യാവ് 53:3 പറയും, നിങ്ങൾ സന്തോഷത്തിൻ്റെ മനുഷ്യനാകേണ്ടതിന് യേശു ദുഃഖങ്ങളുടെ മനുഷ്യനായി തീർന്നു. അങ്ങനെയാണ് വചനം പറയുന്നത്, ഹി ബോർ അവർ ഗ്രീഫ്സ് ആൻഡ് സോറോസ്. നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ യേശു ക്രൂശിൽ ചുമന്നു. ഹല്ലേലൂയ. അവൻ ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 15:1-11 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് അറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ സന്തോഷം എത്ര വലിയ സന്തോഷമാണെന്ന് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. റീകാലവസന്തരബേ. അപ്പോൾ ആശേർ ലേയുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൾ ആശേരിനെ നോക്കുമ്പോഴെല്ലാം അവളുടെ എല്ലാ സങ്കടങ്ങളും അപ്രത്യക്ഷമായി. ദൈവമക്കളെ, നമ്മൾ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ യേശു കർത്താവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആധാരാഭാഷാന്തർ. ഇവിടെ ആശേരിനെ നോക്കുമ്പോൾ അവൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നു. ഹല്ലേലൂയ. ഓ ഈ പിതാവിൻ്റെ ഹൃദയത്തിൽ പുത്രനെ കുറിച്ച് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വളരെ സന്തോഷിക്കുന്നു. വേറൊരു വനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക, വി ആർ ദ സിഗ്നറ്റ് റിംഗ്. കർത്താവിൻ്റെ കയ്യിലെ മോതിരമാണ് നമ്മൾ. കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വഹിച്ചിരിക്കുന്നു. ട്രഷേഴ്സ്, സ്പെഷ്യൽ ട്രഷേഴ്സ് ആണ് നമ്മൾ. നമ്മുടെ ദൈവമായ കർത്താവ് സർവശക്തനായവൻ. ഹല്ലേലൂയ. നമ്മളെ ഓർത്ത് അത്യന്തം സന്തോഷിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് കേട്ടിട്ട് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഓരോ സമയവും നമ്മളെക്കുറിച്ച് ഓർക്കുന്ന, ഹല്ലേലൂയ, നമ്മൾ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിരിക്കും നമ്മളെക്കുറിച്ച് ഓർക്കുന്നത്.
നോ, അവരെക്കാളും അവരും അതാണ് പറഞ്ഞ, പെറ്റ അമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഓ യെശയ്യാ 62:5 പറ, നിങ്ങളുടെ ദൈവമായ കർത്താവ് സർവശക്തനായവൻ, അവൻ നിങ്ങളിൽ അത്യന്തം സന്തോഷിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങളിൽ ആനന്ദിക്കുന്നു എന്നാണ് സെഫന്യാവിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ 62 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ പറയും, കർത്താവ് എന്നെ കാണുന്നില്ല, കർത്താവ് എൻ്റെ വിഷമം അറിയുന്നില്ല, എന്നെ എഗൻസ്റ്റ് ആയിട്ട് ആൾക്കാർ പറയണ കർത്താവ് കേൾക്കണില്ല. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല ദൈവമക്കളെ. കർത്താവ് വാഴുന്നു. ഈ ഭൂമിയെ വാഴുന്നത് സ്വർഗത്തിലെ കർത്താവാണ്. കർത്താവിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആശീർവത്രേ. ഇന്ന് രാത്രി ബ്ലെസ്സിങ്സ് നമ്മുടെ മേൽ വീഴട്ടെ. ആശീർവദ വാക്കിന് കൂടുതൽ ഉള്ള അർത്ഥം സന്തോഷം 1, 2 റിച്ച്നെസ്, ഒരു സംതൃപ്തി, എന്താ പറയുക, ഒരു പ്രോസ്പെരിറ്റി, ഒരു എന്താ പറയുക, ഒരു പ്രോസ്പെരിറ്റി, അതിൻ്റെ കറക്റ്റ് വാക്ക് എന്താ, പുഷ്ടി. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു പുഷ്ടി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മളിൽ ആനന്ദിക്കുന്നു. അവൻ്റെ ഹൃദയത്തെ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ ദുഃഖിപ്പിക്കാൻ ഇടവരുതേ മക്കളെ. ഹല്ലേലൂയ. അവനിൽ ആനന്ദിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുക? ദൈവത്തിന് പ്രസാദകരമായി ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നു. അതാണ് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് ഈ ഭൂമിയിൽ നമ്മൾ ഹല്ലേലൂയ നീങ്ങുമ്പോൾ, ഓരോ സ്റ്റെപ്പുകളും വെക്കുമ്പോൾ ദൈവമക്കളെ ഓർത്തോണം, സ്വർഗം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ കാണുന്ന ബ്ലെസ്സിങ്സ് ഇതൊക്കെയാണ്. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റി ആൻഡ് അബൻഡൻസ്. അബൻഡൻസ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥ. രണ്ടാമത് ഫേവർ അമംഗ്. ജെനസിസ് 47:20 നമ്മൾ വായിക്കുമ്പം അവർക്ക് ആ അശേറിന് ഫേവർ അമംഗ് ബ്രദേഴ്സ്, എല്ലാ വശത്തു നിന്നുള്ള ഫേവർ നമുക്ക് ലഭിക്കട്ടെ. അത് ഓരോരുത്തർക്കും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ ഫേവറും ഹല്ലേലൂയ മനുഷ്യരിൽ നിന്നുള്ള ഫേവർ ലഭിക്കട്ടെ. ഹല്ലേലൂയ. പിന്നെ സ്ട്രെങ്ത് ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് പീപ്പിളാണ്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും എപ്പോഴും ദൂതന്മാരുടെ കാവലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ചുവടുവെപ്പിലും നമ്മളറിയാത്ത അഗ്നിമയമായ ഹല്ലേലൂയ ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ഈ സന്തോഷത്തിൽ നമ്മൾ ഓരോ നിമിഷവും ആനന്ദിക്കുവാൻ ഇടവരട്ടെ. ഈ ആശേറിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നമ്മുടെ മേൽ വീഴട്ടെ. ഈ വർഷങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ലൈനിൽ വന്നിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ശക്തവേറിയ വെളിപ്പാടുകളുടെ നടുവിൽ ഇന്ന് ശുശ്രൂഷിക്കുന്ന ആർക്കും പരിശുദ്ധാത്മാവ് ശക്തമായി കർത്താവിൻ്റെ ദാസരെ എടുത്ത് ഇന്ന് രാത്രി ഉപയോഗിക്കും. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദേവദാസരാണ്. ഞങ്ങൾ ഒരുമിച്ച് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തമ്മിൽ ഞങ്ങളുടെ വിഷമങ്ങളും ഭാരങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു കുടുംബമാണ് ശോഭരാജ് പാസ്റ്ററും ആതിര സിസ്റ്ററും. അങ്ങനെ ശോഭരാജ് പാസ്റ്റർ നമ്മുടെ നടുവിൽ ശുശ്രൂഷയുണ്ട്. വെൽക്കം ടു ദിസ് റഹബോത്ത് സൂപ്പർ നാഷണൽ മിറക്കിൾ ഗൂഗിൾ പ്രയർ മീറ്റിംഗ്. പാസ്റ്റർ, മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ.